ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബ്രൗണി കഴിക്കാൻ ആരാ ഇഷ്ടപ്പെടാത്തേ? അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടുമാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതായത് ഡബിൾ ബോയിൽ ചെയ്യുക. ഡബിൾ ബോയിൽ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അല്ലെങ്കിൽ 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്താലും മതി. അങ്ങനെ ഞാൻ ഇത് രണ്ടും നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. 2 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ടത് മെൽറ്റായി വന്നു. ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ചെയ്ത് ബട്ടറും കൂടെ മെൽറ്റായി വന്നാൽ മതി. നല്ല സ്മൂത്തായിട്ട് മെൽറ്റായി വന്നപ്പം ഞാൻ അതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തു. പഞ്ചസാര പൊടിച്ച് ചേർക്കേണ്ടവർക്ക് പൊടിച്ച് ചേർക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ പഞ്ചസാര ചേർത്താലും മതി. അങ്ങനെ എന്നിട്ട് നമ്മൾ വിസ്ക് വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് തിക്കായിട്ട് വരും. തിക്കായിട്ട് വരുമ്പോഴേക്ക് നമ്മളിതിലേക്ക് അരിച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് മാവോ മാവോ 1/2 കപ്പാണ് ചേർക്കേണ്ടത്. അങ്ങനെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മളിതിൽ ചേർക്കും. കാര്യം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ചെറിയൊരു ടെക്സ്ചർ നമുക്ക് ആ ഒരു രീതി കിട്ടണമെങ്കിൽ നമ്മൾ ചേർത്തേ പറ്റൂ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ മുട്ട ചേർക്കുന്നില്ല. മുട്ടയ്ക്ക് പകരം പാലാണ് ചേർക്കുന്നത്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് നല്ല തിക്കായിട്ടൊരു ഡോ പോലൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിതിലോട്ട് കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ല തിക്കായിട്ട് വന്ന സമയത്ത് ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/4 കപ്പ് പാലാണ് നമുക്കിതിൽ ഒഴിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ആ 1/4 കപ്പിൻ്റെ പകുതി ഇതിലോട്ട് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സായി വന്നതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ ഒഴിക്കുക. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. നമുക്ക് ഈ ബാറ്റർ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അണ്ണാറക്കണ്ണൻ ഇവിടെ വന്നിരുന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ നേരമായിട്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് സ്ഥലം വിട്ടു, അല്ലെങ്കിൽ പിടിച്ച് കൂട്ടിലിടുമെന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ. നമ്മുടെ ബാറ്റർ ദാ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബ്രൗണി മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് ചങ്ക്സോ ആൽമണ്ട്സോ നട്ട്സോ ഒക്കെ ഇടാം. പക്ഷെ ഞാൻ ഇതൊക്കെ ടോപ്പിങ്സ് എന്നുള്ള രീതിയിൽ ബാറ്ററിൻ്റെ പുറത്താണ് ഇടുന്നത്. അങ്ങനെ ഞാൻ പാനിലോട്ട് മാറ്റുവാണ്. പാൻ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെക്കുന്ന രീതിയൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ കാണിക്കുന്നില്ല, വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടല്ലോ. അങ്ങനെ ഞാൻ നമ്മുടെ ബ്രൗണി മിക്സ് പാനിലോട്ട് മാറ്റി. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ചോക്ലേറ്റ് ചങ്ക്സ്, അതായത് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതായിട്ടും ഇടാം. ഞാൻ ആൽമണ്ട്സും ചോക്ലേറ്റ് ചങ്ക്സും ഇട്ടു. എന്നിട്ട് അവനിലോട്ട് വെക്കുകയാണ്. 180 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 30-40 മിനിറ്റ് വെക്കുക. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ മീഡിയം ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ്. അപ്പോഴേക്കും ഇത് നല്ല രീതിയിൽ സെറ്റായി കിട്ടും. അങ്ങനെ അത് പുറത്തെടുത്ത് ചൂടാക്കി ആറിയിട്ട് വേണം നമ്മൾ എടുക്കേണ്ടത്. ഞാൻ ചൂടോടെ എടുത്ത് പണിയാനായിട്ട് നോക്കുകയാണ്. കേക്കും ബ്രൗണിയും മഫിൻസും ഒക്കെ ചെറിയ ചൂടോട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതും ചൂടോട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ തണുത്തിട്ടേ കട്ട് ചെയ്യാവുള്ളൂ, എന്നാലേ നല്ല സെറ്റായിട്ട് അതിരിക്കത്തുള്ളൂ. 4 വലിയ പീസാക്കി കട്ട് ചെയ്തു. മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊരു പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്യുന്ന പോലെ ഞാനിങ്ങനെ ഡിസൈനൊക്കെ കൊടുത്തു. എനിക്ക് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ചൂടോട് തന്നെ എടുത്ത് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനൊരു പീസ് എടുത്ത് പാത്രത്തിൽ വെച്ച് കഴിക്കാനായിട്ട് അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ മിൽക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചു. എന്നിട്ട് എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ടേസ്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കഴിക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബൈ.